നമസ്കാരം. പാശ്ചാത്യ ലോകത്ത് പൊതുവെ അധികാരത്തിലെത്തുന്നത് യുവത്വം നിറഞ്ഞു നിൽക്കുന്ന നേതാക്കളാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കസേരയിൽ നിന്നും പടിയിറങ്ങിയ ഇന്ത്യൻ വംശജനായ ഋഷി സുനക് അടക്കം ഒട്ടുമിക്ക നേതാക്കളുടെയും ചരിത്രം അങ്ങനെ തന്നെയാണ്. സുനകാവട്ടെ പ്രധാനമന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങിയ ശേഷം ഷോപ്പിങ്ങിന് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയാണ് സാധാരണത്വം അവർക്കൊക്കെ ഉണ്ട്. 50 വയസ്സ് തികയുന്നതിന് മുൻപ് പടിയിറങ്ങുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. പലരും വിവാഹം കഴിക്കുന്നതും കുട്ടികളുണ്ടാകുന്നത് പോലും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആയ ശേഷമാണ്. പക്ഷെ അമേരിക്കയിൽ സ്ഥിതിക്ക് അല്പം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് രണ്ട് വൃദ്ധർ തമ്മിലുള്ള പോരാട്ടമായി ഇക്കുറി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറിയത്. 78കാരനായ ഡൊണാൾഡ് ട്രംപും 81കാരനായ ജോ ബൈഡനുമാണ് മത്സരിക്കുന്നത്. ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇതുവരെ കാര്യമായ ആശങ്കയൊന്നും ഒരിടത്തും ഉയർന്നു കേട്ടില്ല. ഒരു ചെറുപ്പക്കാരനെ പോലെ ഊർജ്ജസ്വലതയാണ് ട്രംപ് നിലനിർത്തുന്നത്. എന്നാൽ എന്താണ് ചുറ്റിനും സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഒരു യന്ത്രപാവയെ പോലെ ജീവിക്കുന്ന പ്രസിഡന്റിനെയാണ് നമ്മൾ ബൈഡനിലൂടെ കാണുന്നത്. ഇന്നലെ കേവലം 6 മിനിറ്റ് മാത്രമാണ് ട്രംപ് പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമത്തെ അപലപിക്കുന്നതിന് വേണ്ടി ബൈഡൻ നടത്തിയത്. അതിൽ 2 ഗുരുതരമായ വീഴ്ചകൾ വരുത്തി. ബാലറ്റ് ബോക്സ് എന്നതിനെ ബാറ്റിൽ ബോക്സ് എന്നും ഫോർമർ പ്രസിഡന്റ് ട്രംപിനെ ഫോർമർ ട്രംപ് എന്നുമാണ് വിശേഷിപ്പിച്ചത്. അതായത് എഴുതി കൊടുക്കുന്നത് കൃത്യമായി വായിക്കാൻ പോലുമുള്ള ശേഷി ബൈഡനില്ല. ആ ബൈഡൻ സ്വയം ഒഴിഞ്ഞു പോവേണ്ടതാണ്. ഇനി 4 വർഷം ഭരിക്കാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ ബൈഡൻ ഒഴിഞ്ഞു പോകുന്നില്ല. ദൈവം പറഞ്ഞാലും ചെയ്യില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഹാർഡ് കോർ ഡെമോക്രാറ്റുകളല്ലാതെ ആരും ബൈഡൻ വോട്ട് ചെയ്യില്ല. നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളിലും ഹാർഡ് കോർ പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ വോട്ട് ആ പാർട്ടിക്ക് തന്നെ കിട്ടും. ഇവിടെ പിണറായിക്കെതിരെ എന്തെല്ലാം ബഹളം വെച്ചാലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നോക്കുക. ഉമ്മൻചാണ്ടി തരംഗം ആഞ്ഞു വീശി നടന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ ഏതാണ്ട് 38,000 വോട്ട് CPM സ്ഥാനാർത്ഥി നേടി. അതെല്ലായിടത്തും അങ്ങനെയാണ്. ഒരു 4-5% വോട്ടിന്റെ വ്യത്യാസത്തിലായിരിക്കും വിജയമുണ്ടാവുന്നത്. ഈ ശതമാനം നിശ്ചയിക്കുന്നത് നിഷ്പക്ഷരായ മനുഷ്യരാണ്. കൃത്യമായ രാഷ്ട്രീയമില്ലാത്ത എന്നാൽ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ഇക്കുറി ട്രംപിനായിരിക്കും, ബൈഡൻ അല്ല എന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെടുന്നു. ബൈഡൻ മാറി മറ്റൊരു സ്ഥാനാർത്ഥി, പല ഗവർണർമാരും മിടുക്കന്മാരാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വന്നാൽ അല്പം കൂടി വിജയ സാധ്യത ഉണ്ടായിരുന്നു. ട്രംപിന്റെ അതിതീവ്ര ദേശീയതയോടും അതിതീവ്ര കുടിയേറ്റ വിരോധത്തോടുമൊക്കെ എതിരുള്ള ആളുകൾ അമേരിക്കൻ വാല്യൂ അല്ല ട്രംപ് പുലർത്തുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അവർ പോലും ട്രംപിന് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ബൈഡൻ എന്ന സ്ഥാനാർത്ഥി ഉണ്ടാക്കിയിരിക്കുന്നത്. ബൈഡൻ വിരുദ്ധ വോട്ടുകൾ മനസ്സില്ലാ മനസ്സോടെ ട്രംപിന് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ട്രംപിനെ വധിക്കാനുള്ള ശ്രമം അരങ്ങേറിയത്. ഇത് ട്രംപിന്റെ വിജയം ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുന്നു. ട്രംപ് വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊതുവെയുള്ള വിശ്വാസം. ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകർ പോലും പരസ്യമായി തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. ഇന്ന് തുടങ്ങുന്ന, അതായത് അമേരിക്കയിൽ നാളെ ആരംഭിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷനിലാണ് ട്രംപ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയാകുന്നത്. ഇതുവരെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ പിന്മാറി. ട്രംപ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവും. അതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനൊരു വധശ്രമം ഉണ്ടായത്. ഏതെങ്കിലും ഒരു കുടിയേറ്റക്കാരനോ പ്രത്യേകിച്ച് മുസ്ലിമോ ആയിരുന്നു ഈ വധശ്രമത്തിലെ പ്രതിയെങ്കിൽ സാഹചര്യം വീണ്ടും മാറുമായിരുന്നു. ബൈഡന്റെ ഭാഗ്യവശാൽ ഒരു വെള്ളക്കാരൻ തന്നെയാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംഗമാണെന്നും പറയപ്പെടുന്നു. എന്നാൽ കൃത്യതയൊന്നുമില്ല 20 വയസ്സുകാരൻ്റെ കാര്യത്തിൽ. അയാൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവന കൊടുത്തതായി റെക്കോർഡുകളുണ്ട്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വോട്ടറായാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ട്രംപിനെ കൊല്ലുന്നതിന് വേണ്ടി ബോധപൂർവം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തതാവാം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പതിയെ പുറത്തു വരാൻ പോകുന്നുള്ളൂ. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം ഈ വധശ്രമത്തെ എങ്ങനെ ട്രംപ് കൈകാര്യം ചെയ്തു എന്നതാണ്. ട്രംപിന് നേരെ ഏതാണ്ട് 200-300 അടി അകലെ നിന്നും കൊലയാളി വെടിയുതിർക്കുകയായിരുന്നു. ഏതാണ്ട് 4 വെടിയൊച്ചകൾ നമ്മൾ കേൾക്കുന്നു. അതിലൊന്ന് ട്രംപിൻ്റെ ചെവിയിൽ കൊള്ളുന്നു. ചെവിയിലൂടെ തലയിൽ കയറിയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ചെവിയിൽ കൊള്ളുന്നു എന്ന് വ്യക്തമാണ്. ആ സെക്കൻഡിൽ ട്രംപ് ഇരിക്കുന്നത് നമ്മൾ കാണാം. വാസ്തവത്തിൽ ഇതൊരു സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന ഒരു ടിപ്പാണ്. ഒരു വെടിയേറ്റപ്പോൾ അപ്പോൾ തന്നെ ഇരിക്കുകയാണ്, അല്ലാതെ വീണതല്ല. ട്രംപ് നിലത്തേക്ക് ഇരിക്കുന്നു. രണ്ടാമത്തത് ജീവൻ ബലി കൊടുത്തുകൊണ്ട് സീക്രട്ട് ഏജന്റുമാർ ട്രംപിനെ വളയുന്നത് കാണാം. അതായത് ഈ കൊലയാളി വീണ്ടും വെടിയുതിർക്കുമെന്ന് തീർച്ചയാണ്. കാരണം വെടിയുതിർക്കുന്നത് ഒന്നിനുമേൽ ഒന്നായി തുടർച്ചയായി വെടിയുതിർക്കുകയാണല്ലോ ചെയ്യുന്നത്, പലപ്പോഴും കൊല്ലാൻ വേണ്ടി. ആ വെടിയുണ്ടകൾ ഒരു പക്ഷേ ആ സീക്രട്ട് ഏജന്റുമാരുടെ മേൽ കൊള്ളുമായിരുന്നു, അവർ കൊല്ലപ്പെടുമായിരുന്നു. അത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ട്രംപിനെ പൊതിഞ്ഞത്. ഒരുപാട് വീഴ്ചകൾ ഇപ്പോൾ സീക്രട്ട് ഏജൻസിയുടെ മേൽ ചുമത്തുമ്പോഴും ആ നിമിഷം തന്നെ അവർ പൊതിഞ്ഞു എന്നതും
ട്രംപ് ആ നിമിഷം തന്നെ ഇരുന്നു എന്നതും പിന്നീട് മിനിറ്റുകൾക്ക് ശേഷമാണ് ട്രംപിനെ അവർ എണീപ്പിച്ചു കൊണ്ടുപോയത് എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും സുരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എണീറ്റ് നിൽക്കുന്ന ട്രംപ് തൻ്റെ ചെവിയിൽ തൊടുന്നതും ചോര കയ്യിൽ പറ്റുന്നതുമൊക്കെ നമ്മൾ കാണുന്നു. എന്നിട്ട് ട്രംപ് ചെയ്തത് എന്താണ്? ഭയചകിതനായില്ല, പേടിച്ച് വിരണ്ടില്ല, മുഷ്ടി ചുരുട്ടി ഉറക്ക മുദ്രാവാക്യം വിളിച്ചു ഫൈറ്റ് അല്ലെങ്കിൽ പോരാടൂ എന്ന് 3 തവണ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ട്രംപ് പോകുന്നത്. ഒരെണ്ണം ജീവന്റെയും മരണത്തിന്റെയും നൂൽപാലത്തിലൂടെയാണ് ട്രംപ് നടന്നുപോയത്. മില്ലിമീറ്ററുകൾ അകലക്കൂടി മരണം കടന്നുപോയി. ഈ വെടിയുണ്ടയേറ്റ ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ആ ഭയാനക അന്തരീക്ഷത്തെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നു, മുഷ്ടി ചുരുട്ടി തൻ്റെ ധീരത തെളിയിക്കുന്നു, പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. ഇത് വാസ്തവത്തിൽ ട്രംപിന്റെ ജനപ്രീതി ഉയർത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ട്രംപിന്റെ ആത്മവിശ്വാസത്തെ മരണമുഖത്ത് നിന്നുകൊണ്ടും മുഷ്ടി ചുരട്ടി ജയ് വിളിക്കാനുള്ള ധീരതയെ ഒക്കെ അമേരിക്കൻ ജനത കൈയടിച്ച് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. ട്രംപ് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്, ഒരു തർക്കവും വേണ്ട. ഇനിയും 4 മാസം കൂടിയുണ്ട്. നവംബർ മാസം 5-നാണ് തെരഞ്ഞെടുപ്പ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ബൈഡൻ ഒരുപക്ഷെ നീക്കം ചെയ്യപ്പെടാം. ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ഓഗസ്റ്റിലാണ് അവിടെ കൺവെൻഷൻ. ഔദ്യോഗികമായി ഓഗസ്റ്റിലാണ് ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അതിനു മുൻപ് ഒരുപക്ഷെ നാടകീയ നീക്കങ്ങൾ ഉണ്ടാവാം. ബൈഡൻ തന്നെ ഓർമ്മ നഷ്ടപ്പെട്ട് കളം വിട്ടെന്ന് വരാം. പൂർണ്ണമായും ഓർമ്മ നഷ്ടപ്പെട്ടു. ഇപ്പോൾ തന്നെ ഓർമ്മ കുറവാണ്. അതുപോലെ ഒബാമയെ പോലുള്ള നേതാക്കൾ ആ പാർട്ടിയിലുണ്ട്. അവർ കൃത്യമായ ഇടപെടൽ നടത്തിയെന്ന് വരാം. ഒരുപക്ഷെ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവാം. എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ജയിക്കുമെന്ന സാഹചര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന 4 മാസം സംഭവിക്കാൻ പോകുന്നത് എന്തുമാവട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന്റെ ജനപ്രീതി ഉയർന്നിരിക്കുന്നു, രക്തസാക്ഷി പരിവേഷമുണ്ടായിരിക്കുന്നു, ട്രംപിന്റെ ധീരത ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് ഈ വെടിയേറ്റത് ട്രംപ് കുടിയേറ്റ വിരുദ്ധ കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. കുടിയേറ്റത്തിനെതിരാണ്, നിയമവിരുദ്ധമായ കുടിയേറ്റക്കാരെ തടഞ്ഞേ മതിയാവൂ എന്ന വാശിയിലാണ്. അതുപോലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സ്റ്റുഡൻറ് വിസയിൽ അവിടെ എത്തി ഇസ്രായേൽ വിരുദ്ധ ഹമാസ് അനുകൂല പ്രകടനങ്ങൾ നടത്തുന്നു. അതിനെതിരെയൊക്കെ ട്രംപ് ഇങ്ങനെ മനോഹരമായി പ്രസംഗിക്കാറുണ്ട്. താൻ പ്രസിഡന്റ് ആയാൽ ഈ സ്റ്റുഡൻറ് വിസക്കാരെയൊക്കെ താൻ പുറത്താക്കും, അമേരിക്കൻ നിയമങ്ങൾ അംഗീകരിക്കുന്നവർ മതി, അല്ലാത്തവരൊന്നും വേണ്ട എന്നൊക്കെ ട്രംപ് പ്രസംഗിച്ച പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഈ ഒരു കുടിയേറ്റ വിരുദ്ധ നിലപാട് വാസ്തവത്തിൽ അമേരിക്കക്കാർ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും ഈ രക്തസാക്ഷി പരിവേഷം ട്രംപിനെ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കുമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇനി മാറ്റങ്ങൾ വരുമെന്ന് അറിയില്ല, 4 മാസം ഉള്ളതുകൊണ്ട്. എന്തായാലും ഇപ്പോൾ ട്രംപ് കൂടുതൽ ധീരനായിരിക്കുന്നു, വീരനായിരിക്കുന്നു, സൂപ്പർ ഹീറോ ആയിരിക്കുന്നു. അമേരിക്കൻ ജനത അമേരിക്കയുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രംപിനോട് കാട്ടിയിരുന്ന അകലവും കുറയ്ക്കാൻ ട്രംപിന് കഴിയുന്നുണ്ട്.